നമസ്കാരം, വെൽക്കം ടു ദ ഇന്ത്യ പ്രസ്. എൻ്റെ പേര് കൃഷ്ണരാജ്. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ടെക്നോളജി മേഖലയിൽ തൊഴിലുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന ഒരു ബസ് വേർഡാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, AI. ഒരുപക്ഷെ AI എന്നുള്ള ആ ഒരു ആശയം അല്ലെങ്കിൽ ആ ഒരു അവസരം കണ്ടിട്ടാണ് നിങ്ങൾ ഈ വീഡിയോയിലേക്ക്, ആ തംബ്നെയിലിൽ കണ്ടതുകൊണ്ടാണ് വീഡിയോയിലേക്ക് നിങ്ങൾ എത്തിയിട്ടുമുള്ളത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ കോഴ്സുകൾക്ക് ഭയങ്കര ഡിമാൻഡാണ്. ഏറ്റവും ട്രെൻഡി ആയിട്ടുള്ള കോഴ്സ് എന്നുള്ള നിലയ്ക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട എല്ലാ കോഴ്സുകൾക്കും നല്ല ഡിമാൻഡുള്ള ഒരു കാലഘട്ടമാണിത്. പക്ഷേ പലരും ചോദിക്കാറുണ്ട്, ഇവിടെ അവസരങ്ങളുണ്ടോ? AIയിലേക്ക് അവസരങ്ങൾ തുടങ്ങിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈ മേഖലയിൽ ഓപ്പർച്യൂണിറ്റീസ്, തൊഴിലവസരങ്ങൾ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ളത് കണ്ടെത്താൻ സാധിക്കുമോ എന്നൊക്കെ പറഞ്ഞ് പല ഒരു തർക്കങ്ങളൊക്കെ ഈ മേഖലയിൽ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ നിങ്ങളോട് പറയും, ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി ധാരാളം ഓപ്പർച്യൂണിറ്റീസ് AI പ്രോഗ്രാമേഴ്സിനെ അല്ലെങ്കിൽ AI ഡെവലപ്പേഴ്സിനെ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡെവലപ്പേഴ്സ്, ഇത്തരം മേഖലകളിലേക്ക് ഒട്ടനവധി ഓപ്പർച്യൂണിറ്റീസ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതൊരു ശുഭ സൂചനയാണ്. കാരണം ഇനി മുന്നോട്ടുള്ള കാലഘട്ടത്തിൽ ഇതിൽ അവസരങ്ങളുണ്ടോ? ഈ കോഴ്സിനെ കുറിച്ച് ഇതൊരു ഹൈപ്പല്ലേ, ഇതൊരു വെറുതെ ഒരു തള്ളിമറിക്കലല്ലേ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും അല്ല. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനുമായി ബന്ധപ്പെട്ട തൊഴിലവസരങ്ങൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഒട്ടനവധി ഓപ്പർച്യൂണിറ്റീസ്, ജോബ് പോസ്റ്റിങ്സ് കാണാറുണ്ട്. അതൊരു ശുഭ സൂചനയാണ്. കാരണം ഈ മേഖലയിൽ വലിയ അവസരങ്ങളുണ്ട് എന്നുള്ളതിനെക്കുറിച്ച്. ഇൻഫോ പാർക്കിലുള്ള ഒരു കമ്പനി അവർക്ക് ആവശ്യമുള്ള AI ഡെവലപ്പേഴ്സിന് വേണ്ടിയുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത്. എന്തൊക്കെ സ്കിൽസാണ് അവർ ആവശ്യപ്പെടുന്നത്, എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, ഈ കാര്യങ്ങൾ ഞാൻ വീഡിയോയിൽ പറയും. അപ്ലൈ ചെയ്യേണ്ട രീതി, കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഞാൻ അതിൽ സൂചിപ്പിക്കുന്നതാണ്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. ഇൻട്രൊഡക്ഷനിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡെവലപ്പർ ജോലിയാണ്. അപ്പോൾ AI മേഖലയിൽ ഒരു കഴിവ് തെളിയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാൻഡിഡേറ്റ് ആണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കുള്ള അവസരമാണ്. ഈ കമ്പനി ആപ്സ്റ്റീം ടെക്നോളജീസ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. യഥാർത്ഥത്തിൽ ഇൻഫോ പാർക്കിൽ, കാക്കനാട് ഇൻഫോ പാർക്ക് ബേസ്ഡ് ആയിട്ടുള്ളൊരു കമ്പനിയാണ്. ഫേസ് 2-ൽ, അതായത് കാക്കനാടുള്ള ഫേസ് 2-ൽ അവർ പ്രവർത്തിക്കുന്ന കമ്പനിയാണ്. ആപ്സ്റ്റീം ടെക്നോളജീസ് എന്നാണ് കമ്പനിയുടെ പേര്. കമ്പനിയുടെ വെബ്സൈറ്റ് ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടും. നിങ്ങൾക്ക് കയറി കമ്പനിയെക്കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ അത് സഹായിക്കും. പക്ഷേ ഈ ഓപ്പർച്യൂണിറ്റി, ഞാൻ ഇപ്പോൾ ഈ പറയുന്ന ഓപ്പർച്യൂണിറ്റി തിരുവനന്തപുരത്തെ അവരുടെ ഫെസിലിറ്റിയിലേക്ക് വേണ്ടിയാണ് അവർ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത്. ഈ കമ്പനിയുടെ തന്നെ, ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ കമ്പനിക്ക് തന്നെ കഴിഞ്ഞ ഒരു മാസത്തിന് 1-2 മാസങ്ങൾക്ക് മുമ്പ് ഈ ആപ്സ്റ്റീം ടെക്നോളജീസ് അവരുടെ ഇൻഫോ പാർക്ക് ക്യാമ്പസിലേക്ക് AI ഡെവലപ്പേഴ്സിനെ ഇൻവൈറ്റ് ചെയ്തിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ഏതായാലും ഇപ്പോഴുള്ള ഈ അവസരം തിരുവനന്തപുരത്തെ അവരുടെ ഫെസിലിറ്റിയിലേക്ക് വേണ്ടിയാണ്. നല്ല വളർച്ചയുള്ളൊരു കമ്പനിയാണ് ഈ ആപ്സ്റ്റീം ടെക്നോളജീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർക്ക് ആവശ്യമുള്ളത് AI ഡെവലപ്പേഴ്സിനെയാണ്. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ഇവർക്ക് വേണ്ടതെന്ന് ഞാനൊന്ന് സൂചിപ്പിക്കാം. IoT അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി നേരിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു മേഖലയാണ്. അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറയുന്നതാണ് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് നമ്മളുടെ AIയുടെ ആപ്ലിക്കേഷൻ ലെവൽ ആദ്യമായി നമുക്ക് പരിചയപ്പെടുത്തിയത് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്നുള്ളൊരു കോൺസെപ്റ്റിലൂടെയാണ്. അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് വസ്തുക്കളെ, അതായത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിലുള്ള വസ്തുക്കളെ മാനേജ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റിനെയാണ് ഈ IoT അഥവാ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറയുന്നത്. ഈ കുറച്ച് നാളുകൾക്ക് മുമ്പ് തന്നെ പല കാർ ബ്രാൻഡുകൾ ലോഞ്ച് ചെയ്തപ്പോൾ അവരുടെ കാറിൻ്റെ അകത്ത് ഇൻ്റർനെറ്റ് ഇൻസൈഡ് എന്നൊക്കെ പറഞ്ഞ് അവരതിനെ ബ്രാൻഡ് ചെയ്യാൻ ശ്രമിച്ചു. അതായത് നമ്മളുടെ കാറിൻ്റെ പല പ്രവർത്തനങ്ങളും ഒരു ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് മാനേജ് ചെയ്യുന്ന രീതി. ഇനി ഏറ്റവും ലളിതമായി പറഞ്ഞാൽ, നമ്മൾ പണ്ട് കാലത്ത് വീട്ടിലേക്ക് വരുന്നു, നമ്മുടെ എയർ കണ്ടീഷണർ ചൂട് കാലമാണെങ്കിൽ വീട്ടിൽ വന്ന ശേഷം AC ഓൺ ചെയ്ത് നമ്മൾ അതിൻ്റെ ആ മുറിയിലിരിക്കുന്നു. അപ്പോൾ അതിനൊരു പ്രശ്നം വരുന്നത്, നിങ്ങൾ എത്ര ധനികനാണെങ്കിലും എത്ര സമ്പന്നനാണെങ്കിലും മുൻകാലങ്ങളിൽ വീട്ടിൽ വന്ന് AC ഓൺ ചെയ്യുക എന്നുള്ളതേ മാർഗ്ഗമുള്ളൂ. പ്രൊവൈഡഡ് വീട്ടിൽ ആരും ഇല്ലെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടി വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഓൺ ചെയ്തിടും. അല്ല എങ്കിൽ നിങ്ങൾ വീട്ടിൽ വരണം, ACയുടെ സ്വിച്ച് ഓൺ ചെയ്യണം, അതിൻ്റെ സ്റ്റെബിലൈസറൊക്കെ അപ്പാകാനുള്ള 1 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. അതിനുശേഷം AC ഓൺ ചെയ്ത് നിങ്ങൾ ആ തണുപ്പ് വരുന്നത് വരെയുള്ള അടുത്ത ഒരു 10 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യണം. IoT വന്നതോടുകൂടി IoT എനേബിൾഡ് എയർ കണ്ടീഷണറുകൾ വരാൻ തുടങ്ങി. അതായത് നിങ്ങൾ ഫോണിൽ, നിങ്ങളുടെ മൊബൈൽ ഫോണിൽ തന്നെ ഈ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചാൽ GPS ഉപയോഗിച്ച് നിങ്ങൾ വീടിൻ്റെ ഇത്ര ദൂരെ അടുത്തെത്തി എന്ന് ആ GPS മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ നിങ്ങളുടെ IoT എനേബിൾഡ് AC തന്നെ ഓൺ ആവുകയാണ് ചെയ്യുക. കാരണം അതും അവിടെ വൈഫൈ വെച്ച് കണക്റ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾ അടുത്തേക്ക് എത്തുന്നു, വീടിൻ്റെ അടുത്തേക്ക് എത്തുന്നു എന്ന് ആ GPS ഉപയോഗിച്ച് മനസ്സിലാക്കുന്ന AC, ആ വൈഫൈ ഉപയോഗിച്ച് ഇൻ്റർനെറ്റ് കണക്റ്റഡ് ആയിരിക്കുന്ന AC, അത് സ്വന്തമായി നിങ്ങൾ വീട്ടിലെത്തുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ് ഓൺ ആകുന്നു. അതായത് നിങ്ങൾ വീട് തുറന്ന് കയറി മുറിയിലേക്ക് എത്തുന്ന സമയത്ത്
ആവശ്യത്തിനുള്ള തണുപ്പായി എ സി കിടക്കുന്നുണ്ടാവും. എന്നാൽ അനാവശ്യമായി ഫുൾ ടൈം എ സി ഇടേണ്ട കാര്യവുമില്ല. ഇതൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, IoT. അപ്പം ഇത്തരത്തിലുള്ള കോൺസെപ്റ്റുകളെയാണ് IoT കോൺസെപ്റ്റ്സ് എന്ന് പറയുക. ഇത് അറിയാവുന്നവരാണെങ്കിൽ ദയവായി എന്നോട് ക്ഷമിക്കുക, കാരണം ഞാൻ അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമെടുത്തു എന്നേ ഉള്ളൂ. ഏതായാലും IoTയിൽ നല്ല ധാരണയുണ്ടായിരിക്കണം. അതുപോലെ ഏതെങ്കിലുമൊക്കെ ഡേറ്റാബേസുകൾ മാനേജ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം. അതുപോലെ എക്സലിനകത്ത് നല്ല നോളജ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. കാരണം ഡേറ്റ അനലിറ്റിക്സ് ഒക്കെ ഇതിനകത്ത് കയറി വരുന്നുണ്ട്. അതുകൊണ്ട് എക്സൽ നോളജ് അവർക്കുണ്ടായിരിക്കണം. അതുപോലെ മെക്കാനിക്കൽ മേഖലയിലും ഇലക്ട്രിക്കൽ മേഖലയിലും ധാരണയുള്ളവരായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങോ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങോ വേണമെന്നൊരു പറയുന്നില്ല. ബിരുദം വേണമെന്ന് പോലും, അല്ലെങ്കിൽ IoTയിലോ അല്ലെങ്കിൽ AIയിലോ ഒന്നും ബിരുദം വേണമെന്നും ഒരു പറയുന്നില്ല കേട്ടോ. പക്ഷേ മെക്കാനിക്കൽ മേഖലയിലും ഇലക്ട്രിക്കൽ മേഖലയിലും നിങ്ങൾക്ക് ഒരു അറിവ് ഉള്ളവരായിരിക്കണം. അതിൻ്റെ ബേസിക് കോൺസെപ്റ്റ്സ് അറിയാവുന്നവരായിരിക്കണം. അതുപോലെ തന്നെ പ്രോബബിലിറ്റി കോൺസെപ്റ്റ്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ മാത്തമാറ്റിക്സിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത് കേട്ടോ. പ്രോബബിലിറ്റി തിയറികൾ പഠിക്കുന്നത് മാത്സുമായി ബന്ധപ്പെട്ടാണ്. അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സ് മായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഒന്ന് അറിഞ്ഞിരിക്കണം എന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് മേഖലയെക്കുറിച്ചുള്ള നല്ല ധാരണ നിങ്ങൾക്കുണ്ടായിരിക്കണം എന്നവർ പറയുന്നു. ഇതിൻ്റെ ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഒരു ഇമെയിൽ ID അവർ തന്നിട്ടുണ്ട് കമ്പനിയുടെ. അതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഒരു നല്ല റെസ്യൂമെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് ആ ID-യിലേക്ക് ഒന്ന് സെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത് ജനുവരി 17 ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പം 17 ജാനുവരി 2025 ഈ ആപ്ലിക്കേഷൻ എത്തുന്ന രീതിയിൽ നിങ്ങൾ ആ ഇമെയിലിലൂടെ ഒന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. വെബ്സൈറ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം, ഇമെയിൽ അഡ്രസ്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. ഇതെല്ലാം കയറി ഒന്ന് പഠിച്ച് ആ വെബ്സൈറ്റിൽ ആ കമ്പനിയെക്കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കി ഒന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഒരു വീഡിയോ ഈ ചാനലിലൂടെ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഹിറ്റ് ചെയ്ത് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാൻ എല്ലാ ദിവസവും 1 മുതലധികമോ വീഡിയോസ് ഈ തരത്തിൽ തൊഴിലവസരങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ടിടാറുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഒരുപക്ഷെ ഉപകാരപ്പെട്ടെന്നിരിക്കും. ഏതായാലും ഈ അവസരം നിങ്ങൾക്ക് താല്പര്യമുള്ള മേഖലയാണ് അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഒരു ഡൊമൈനാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിനൊന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. വൺസ് അഗൈൻ താങ്ക്സ് ഫോർ വാച്ചിങ്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.